യുഎഇയിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുള്ള പണമിടപാടുകൾക്ക് അനധികൃത സേവന നിരക്ക് ഈടാക്കുന്ന കമ്പനികൾക്കെതിരെ കർശന നടപടികളുമായി സർക്കാർ. പരാതികൾ വ്യാപകമായ സാഹചര്യത്തിലാണ് അബുദാബി സാമ്പത്തിക വികസന അതോറിറ്റി കർശന നടപടികളുമായി രംഗത്തെത്തിയത്. ആകെത്തുകയുടെ 5% വരെയാണ് പല സ്ഥാപനങ്ങളും ഇത്തരത്തിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പണം നൽകുന്നതിന് സർവീസ് ചാർജായി ഈടാക്കുന്നത്. ഇത്തരത്തിൽ ഉപഭോക്താക്കളിൽ നിന്ന് അധിക നിരക്ക് ഈടാക്കിയാൽ മന്ത്രാലയത്തിന്റെ ടോൾ ഫ്രീ നമ്പറിൽ പരാതിപ്പെടാം. നിയമലംഘനം നടന്നതായി തെളിഞ്ഞാൽ കമ്പനികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുകയും 1 ലക്ഷം ദിർഹം വരെ പിഴ ചുമത്തുകയും ചെയ്യും. അബുദാബിയിൽ ഗതാഗത നിയമലംഘനങ്ങൾക്കുള്ള പിഴയ്ക്ക് അനുവദിച്ചിരുന്ന 50% ഇളവ് ഓഗസ്റ്റ് 1 മുതൽ ഉണ്ടാകില്ല. പിഴ മുഴുവനായും നൽകേണ്ടി വരുമെന്ന് അധികൃതർ അറിയിച്ചു. അപകടങ്ങൾ കുറയ്ക്കാനും ഗതാഗത സംവിധാനം കാര്യക്ഷമമാക്കാനും ലക്ഷ്യമിട്ടാണ് 2010 മുതൽ അബുദാബിയിൽ നിലവിലുണ്ടായിരുന്ന ഇളവ് ഇല്ലാതാക്കുന്നത്. നിലവിൽ ഗതാഗത നിയമലംഘനങ്ങൾക്ക് ചുമത്തുന്ന പിഴയുടെ പകുതി മാത്രം ഉടമ അടച്ചാൽ മതി. എന്നാൽ ഓഗസ്റ്റ് 1 മുതൽ മുഴുവൻ പിഴയും അടയ്ക്കേണ്ടി വരും. അബുദാബിയിൽ വാഹന രജിസ്ട്രേഷൻ കാർഡ് ഓൺലൈനിലൂടെ പുതുക്കാൻ അടുത്ത മാസം മുതൽ സൗകര്യം ഏർപ്പെടുത്തിയതായി റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചു. 3 വർഷത്തിൽ താഴെ പഴക്കമുള്ള വാഹനങ്ങൾക്കായിരിക്കും ഓഗസ്റ്റ് 15 മുതൽ ഓൺലൈൻ സേവനം ലഭ്യമാക്കുക. RTA വെബ്സൈറ്റിലൂടെയും ഡ്രൈവേഴ്സ് ആൻഡ് വെഹിക്കിൾസ് ആപ്പിലൂടെയും സെൽഫ് സർവീസ് കിയോസ്കുകളിലൂടെയും രജിസ്ട്രേഷൻ പുതുക്കാമെന്ന് RTA ലൈസൻസിംഗ് ഏജൻസി CEO പറഞ്ഞു. നഷ്ടപ്പെട്ട രജിസ്ട്രേഷൻ കാർഡിന് പകരം പുതിയതിന് അപേക്ഷിക്കുക, ലൈസൻസുള്ള നമ്പർ പ്ലേറ്റ് കൈവശം വയ്ക്കാനുള്ള അവകാശം പുതുക്കുക എന്നീ സേവനങ്ങളും ഓൺലൈനിലൂടെ ലഭ്യമാകും. GCC രാജ്യങ്ങളിലേക്ക് റോഡ് മാർഗം സ്വന്തം വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവർ അതത് രാജ്യങ്ങളിലെ ട്രാഫിക് നിയമങ്ങളെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണമെന്ന് UAE ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. യാത്ര പോകുന്ന രാജ്യത്തെ നിയമങ്ങൾ അറിയാതെ ചില സ്വദേശികളും വിദേശികളും അവിടങ്ങളിൽ നിയമക്കുരുക്കിൽ കുടുങ്ങി യാത്രാ ലക്ഷ്യം പൂർത്തിയാക്കാൻ കഴിയാതാകുന്ന സാഹചര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട അടിസ്ഥാനത്തിലാണ് ആഭ്യന്തര മന്ത്രാലയം ഇക്കാര്യം അഭ്യർത്ഥിച്ചത്. GCC രാജ്യങ്ങളിലേക്ക് പ്രത്യേകിച്ചും സൗദിയിലേക്ക് സ്വന്തം വാഹനത്തിൽ റോഡ് മാർഗം യാത്ര ചെയ്യുന്നവരോടാണ് മന്ത്രാലയത്തിന്റെ അഭ്യർത്ഥന. രാജ്യത്തിന്റെ റോഡ് മാർഗമുള്ള അതിർത്തി പോയിന്റുകളിൽ യാത്രക്കാർക്ക് വിതരണം ചെയ്യുന്ന ലഘുലേഖയിലാണ് മന്ത്രാലയത്തിന്റെ അറിയിപ്പുള്ളത്. ഇന്ത്യൻ സോഷ്യൽ ക്ലബ് ഒമാൻ കേരള വിഭാഗം സംഘടിപ്പിച്ച കുട്ടികൾക്കായുള്ള സൗജന്യ അവധിക്കാല ക്യാമ്പ് വേനൽ തുമ്പികൾ 2016 സമാപിച്ചു. പ്രമുഖ നാടക പ്രവർത്തനം കുട്ടികൾക്കായുള്ള നിരവധി ക്യാമ്പുകൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്തിട്ടുള്ള KV ഗണേശാണ് ഇത്തവണ ക്യാമ്പ് നയിച്ചത്. 2ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള വിവിധ സമപ്രായക്കാരായ കുട്ടികളെ നിള, പമ്പ, കബനി എന്നിങ്ങനെ 3 വിഭാഗങ്ങളായി തിരിച്ച് കുട്ടികളുടെ സർഗ്ഗവാസനകൾ കണ്ടറിഞ്ഞ് കരിക്കുലം തയ്യാറാക്കിയാണ് ക്യാമ്പ് സജ്ജീകരിച്ചത്. 200ഓളം കുട്ടികളാണ് ഇത്തവണ ക്യാമ്പിൽ പങ്കെടുത്തത്. കുവൈറ്റിൽ മലയാളി നഴ്സ് നിര്യാതയായി. തൊടുപുഴ നെയ്യാശ്ശേരി സ്വദേശി ജിജിമോൾ ശിവരാജനാണ് മരിച്ചത്. കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിൽ ജോലി ചെയ്തു വരികയായിരുന്നു. കേരള ആർട്സ് ലവേഴ്സ് അസോസിയേഷൻ കലാ കുവൈറ്റ് മംഗഫ് സെൻട്രൽ യൂണിറ്റ് അംഗമായിരുന്നു. മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടന്നുവരുന്നു. ബാർക്കോഴയിൽ കോൺഗ്രസ് നേതാക്കൾ കുടുക്കിയെന്ന നിലപാട് കടുപ്പിച്ചു KM മാണി. പ്രശ്നപരിഹാരത്തിനുള്ള UDF യോഗം മാണി വിഭാഗം ബഹിഷ്കരിച്ചു. നേമത്തെ വോട്ട് ചോർച്ച JDU അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടു. ബാർക്കോഴയിൽ KM മാണിയെ കുടുക്കുന്നതിന് മുൻകൈയെടുത്തത് രമേശ് ചെന്നിത്തലയാണെന്ന് മാണി വിഭാഗം മുഖപത്രം പ്രതിച്ഛായ വിമർശിച്ചിരുന്നു. രമേശിന്റെ വസതിയിലായിരുന്നു UDF യോഗം. പ്രതിഷേധം പ്രകടമാക്കി മാണി വിഭാഗം നേതാക്കൾ ആരും യോഗത്തിനെത്തിയില്ല. ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഫോണിൽ വിളിച്ചെങ്കിലും മാണി സംസാരിച്ചില്ലെന്നാണ് വിവരം. പിന്നീട് കുഞ്ഞാലിക്കുട്ടിയുടെ ഫോണിൽ KM മാണി കുഞ്ഞാലിക്കുട്ടിയുമായും ഉമ്മൻചാണ്ടിയുമായും സംസാരിച്ചു. രമേശ് ചെന്നിത്തലയുമായി സംസാരിക്കാൻ വിസമ്മതിച്ചു. മാണി ബുദ്ധിമുട്ട് അറിയിച്ചിരുന്നുവെന്ന് PP തങ്കച്ചൻ. വ്യക്തിപരമായ ചില അസൗകര്യങ്ങൾ കാരണം ഇന്നത്തെ സബ്ജക്ട് കമ്മിറ്റിയിലും പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. ഈ നേതാക്കളുടെ യോഗത്തിൽ, കക്ഷി നേതാക്കളുടെ യോഗത്തിൽ പങ്കെടുക്കാൻ കഴിയാതെ വന്നു എന്ന് അദ്ദേഹം അറിയിച്ചു. വരുന്ന മാസം 6-നും 7-നും ചേരുന്ന കേരള കോൺഗ്രസ് നേതൃ ക്യാമ്പ് വരെ അനുനയ ചർച്ചകൾക്ക് തയ്യാറല്ലെന്ന കടുത്ത നിലപാടും KM മാണി സ്വീകരിച്ചതായി സൂചനയുണ്ട്. നേമത്ത് വോട്ട് ചോർച്ചയിൽ പരിശോധന വേണമെന്ന് JDU ആവശ്യപ്പെട്ടു. ആതിരപ്പള്ളി പദ്ധതിക്കെതിരെ നിലപാട് സ്വീകരിക്കണമെന്ന റിപ്പോർട്ട് രമേശ് ചെന്നിത്തല യോഗത്തിൽ വെച്ചു. 4-ന് ചേരുന്ന UDF യോഗം ഇക്കാര്യം പരിഗണിക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കടകംപള്ളി ഭൂമി തട്ടിപ്പ് കേസിൽ CBIക്ക് തിരിച്ചടി. സലീം രാജ് ഉൾപ്പെടെ 22 പ്രതികളെ ഒഴിവാക്കി CBI സമർപ്പിച്ച കുറ്റപത്രം കോടതി തിരിച്ചയച്ചു. പുതിയ കുറ്റപത്രം സമർപ്പിക്കാനും തിരുവനന്തപുരം പ്രത്യേക CBI കോടതി ജഡ്ജി ഉത്തരവിട്ടു. 22 പ്രതികളെ എന്തുകൊണ്ട് ഒഴിവാക്കിയെന്ന് കുറ്റപത്രത്തിൽ വ്യക്തമല്ലെന്നും കോടതി വിമർശിച്ചു. ഈ മാസം 21-നാണ് CBI കടകംപള്ളി ഭൂമി തട്ടിപ്പുമായി ബന്ധപ്പെട്ട കുറ്റപത്രം തിരുവനന്തപുരം പ്രത്യേക CBI കോടതിയിൽ സമർപ്പിച്ചത്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഗൺമാൻ സലീം രാജ്,
ഭാര്യ ഷംഷാദ് ഉൾപ്പെടെ 22 പേരെ പ്രതിപ്പട്ടികയിൽ നിന്നും ഒഴിവാക്കിയായിരുന്നു കുറ്റപത്രം. ഈ കുറ്റപത്രമാണ് സിബിഐക്ക് കനത്ത തിരിച്ചടി നൽകി ജഡ്ജി PV ബാലകൃഷ്ണൻ തിരിച്ചയച്ചത്. 2014 സിബിഐ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത കേസിൽ 27 പ്രതികളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ സലീം രാജും ഭാര്യയും ഉൾപ്പെടെ 22 പേരെ എന്തുകൊണ്ടാണ് ഒഴിവാക്കിയത് എന്ന് സിബിഐയുടെ കുറ്റപത്രത്തിൽ വ്യക്തമല്ലെന്ന് പ്രത്യേക സിബിഐ കോടതി ജഡ്ജി വിമർശിച്ചു. ഇത് സപ്ലിമെന്ററി കുറ്റപത്രമാണെന്നോ കൂടുതൽ കുറ്റപത്രം സമർപ്പിക്കുമെന്നോ പറയുന്നില്ല. ഈ സാഹചര്യത്തിലാണ് കുറ്റപത്രം കോടതി തിരിച്ചയച്ചത്. പുതിയ കുറ്റപത്രം സമർപ്പിക്കാനും 23-ന് തുറന്ന കോടതിയിൽ ജഡ്ജി PV ബാലകൃഷ്ണൻ സിബിഐയോട് ഉത്തരവിട്ടു. 2014 സിബിഐ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത കേസിൽ 2015-ലാണ് സലീം രാജിനെ അറസ്റ്റ് ചെയ്തത്. 15.88 ഏക്കർ ഭൂമിയുടെ തിരിമറിയുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് 2008-ലാണ് പുറംലോകമറിയുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കടകംപള്ളി ഭൂമി തട്ടിപ്പ് കേസിൽ സിബിഐ ഫയൽ ചെയ്ത കുറ്റപത്രം തിരിച്ചയച്ചുകൊണ്ട് ഉള്ള സിബിഐ പ്രത്യേക കോടതി ഉത്തരവ് സിബിഐയുടെ കേരള ഘടകത്തിനേറ്റ കനത്ത തിരിച്ചടിയാണെന്ന് VS അച്യുതാനന്ദൻ. സിബിഐ ഫയൽ ചെയ്ത എഫ്ഐആറിൽ സലീം രാജും ഭാര്യയും ഉൾപ്പെടെ 27 പ്രതികളുണ്ടായിരുന്നു. എന്നാൽ അന്വേഷണത്തിനൊടുവിൽ സലീം രാജിനെയും ഭാര്യയെയും ഉൾപ്പെടെ പ്രധാന പ്രതികളെ ഒഴിവാക്കിക്കൊണ്ടാണ് സിബിഐ കോടതിയിൽ കേസ് ഫയൽ ചെയ്തത്. ഇതിൽ ദുരൂഹതയുണ്ടെന്നും VS പ്രസ്താവനയിൽ പറഞ്ഞു. തമിഴ്നാട്ടിലെ ഡിണ്ടിഗലിലുണ്ടായ വാഹനാപകടത്തിൽ 6 മലയാളികൾ മരിച്ചു, 2 പേർക്ക് പരിക്കേറ്റു. ഇടുക്കി ജില്ലയിലെ തങ്കമണിയിൽ നിന്നും വേളാങ്കണ്ണി തീർത്ഥാടനത്തിന് പോയവരാണ് അപകടത്തിൽപ്പെട്ടത്. വേളാങ്കണ്ണിയിലേക്ക് തീർത്ഥയാത്ര പോയി മടങ്ങവെയാണ് അപകടമുണ്ടായത്. വൈകിട്ട് 4:30 പെരിയകുളത്തിന് സമീപം വട്ടൽഗുണ്ടിലായിരുന്നു അപകടമുണ്ടായത്. അപകടത്തിൽ ഇടുക്കി തങ്കമണി സ്വദേശികളായ 6 പേരാണ് മരണത്തിന് കീഴടങ്ങിയത്. ഒരാളെ ഗുരുതരാവസ്ഥയിൽ പരിക്കുകളോടെ തേനി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ഒട്ടലാങ്കൽ വീട്ടിൽ ഷൈൻ, മുളരാനിക്കൽ വീട്ടിൽ ബേബി, കരിപ്ല പറമ്പിൽ ബിനു, വെട്ടുകാടിൽ വീട്ടിൽ അജീഷ്, പടലാംകുന്നേൽ മോൻസി, തങ്കമണി സ്വദേശി ജസ്റ്റിൻ എന്നിവരാണ് മരിച്ചത്. വാഴയിൽ വീട്ടിൽ ഷൈനാണ് ഗുരുതരമായി പരിക്കേറ്റത്. മൃതദേഹം തേനി മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. കനത്ത മഴയിൽ അമിത വേഗത്തിലായിരുന്ന ട്രാവലർ നിയന്ത്രണം വിട്ട് തമിഴ്നാട് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ബസിൽ ഇടിക്കുകയായിരുന്നുവെന്നാണ് ദൃക്സാക്ഷികൾ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. കഴിഞ്ഞ ദിവസമാണ് 7-അംഗ സംഘം വേളാങ്കണ്ണിയിലേക്ക് യാത്ര തിരിച്ചത്. മരിച്ചവരുടെ ബന്ധുക്കൾ സംഭവ സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. പാലക്കാട് കൂറ്റനാട് വെച്ച് യുവ എഴുത്തുകാരനെ ഒരു സംഘം ആളുകൾ മർദ്ദിച്ചു. പെരുമ്പിലാവ് സ്വദേശി P ജിംഷാറിനാണ് മർദ്ദനമേറ്റത്. പുറത്തിറങ്ങാനുള്ള ജിംഷാറിന്റെ നോവലിന് പടച്ചോന്റെ ചിത്ര പ്രദർശനം എന്ന് പേരിട്ടതാണ് പ്രകോപനത്തിന് കാരണം. സംഭവത്തിനു പിന്നിൽ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരാണെന്ന് ആരോപണമുയർന്നിട്ടുണ്ട്. ഞായറാഴ്ച രാത്രിയാണ് കൂറ്റനാട് വെച്ച് യുവ എഴുത്തുകാരൻ P ജിംഷാറിനെ ഒരു സംഘം ആളുകൾ ചേർന്ന് മർദ്ദിച്ചത്. 10:30 4 പേർ ചേർന്നാണ് മർദ്ദിച്ചതെന്ന് ജിംഷാർ പോലീസിന് മൊഴി നൽകി. പടച്ചോന്റെ പേരിൽ പുസ്തകം എഴുതാമോ എന്ന് ആക്രോശിച്ചായിരുന്നു മർദ്ദനം. പെരുമ്പിലാവ് സ്വദേശിയായ ജിംഷാർ കൂറ്റനാടുള്ള ഉമ്മയുടെ വീട്ടിൽ നിന്ന് മടങ്ങും വഴിയായിരുന്നു മർദ്ദനമേറ്റത്. നട്ടലിന് പരിക്കേറ്റ ജിംഷാർ കൂറ്റനാടുള്ള സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇത് പടച്ചോന്റെ ചിത്ര പ്രദർശനം എന്നുള്ള ഒരു കഥാസമാഹാരം DC അടുത്ത മാസം 5-ാം തീയതി പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു സാധനം ഞാൻ എൻ്റെ വാട്സപ്പിന്റെ കവർ പിക്കായ സേവനത്ത് നാട്ടിലൊരു പയ്യൻ പിന്നെ വളരെ മോശമായ രീതിയിൽ വാട്സപ്പിൽ സംസാരിക്കുകയും മെസ്സേജ് അയക്കുകയും നീ നാട്ടിലെത്തിയാൽ നിന്നെ കാണിച്ചു തരാമെന്നുള്ളൊരു ത്രെറ്റ് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ന്യായമായിട്ട് സംശയിക്കുന്നത് ഈ പയ്യനെയും കൂനമുച്ചി പ്രദേശത്തെ SDP അല്ലെങ്കിൽ അങ്ങനെയുള്ള തീവ്ര ഇസ്ലാമിക നിലപാടുള്ള സംഘടനയിലെ ചെറുപ്പക്കാരെയാണ്. ഈ ഇഷ്യൂ ന്യായമായിട്ടും എനിക്കിപ്പോൾ സംശയമുള്ളൂ. സംഭവത്തിൽ ചാലിശ്ശേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ജിംഷാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ 4 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. പുതിയ നോവലായ പടച്ചോന്റെ ചിത്ര പ്രദർശനം അടുത്ത മാസം 5-ന് പുറത്തിറങ്ങാനിരിക്കെയാണ് ജിംഷാറിന് നേരെ ആക്രമണമുണ്ടായത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കോടിയേരി ബാലകൃഷ്ണന്റെ കഴിഞ്ഞ ദിവസത്തെ പയ്യന്നൂരിലെ പ്രസംഗം നിയമവാഴ്ചയോടുള്ള വെല്ലുവിളിയാണെന്ന് VM സുധീരൻ. കോടിയേരിക്കെതിരെ കേസെടുക്കണമെന്ന് കുമ്മനം രാജശേഖരനും ആവശ്യപ്പെട്ടു. കോടിയേരി ആക്രമണത്തിന് ആഹ്വാനം ചെയ്തെന്ന പ്രചരണം തെറ്റെന്ന് P ജയരാജനും പറഞ്ഞു. അക്രമം നടത്തുന്ന RSSകാർക്കെതിരെ ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്നാണ് കോടിയേരി പറഞ്ഞതെന്നും ജയരാജൻ കൂട്ടിച്ചേർത്തു. രഹസ്യമായി നിയമലംഘനം നടത്തി അണികളെ അക്രമത്തിന് പ്രേരിപ്പിച്ച കോടിയേരിക്കെതിരെ നിയമം അനുശാസിക്കുന്ന നടപടി സ്വീകരിക്കണം. ഒരു വലിയ കലാപത്തിന് വഴിമരുന്നിട്ടുകൊണ്ട് അണികളെ പ്രേരിപ്പിച്ച കോടിയേരി ബാലകൃഷ്ണനെതിരെ പ്രോസിക്യൂഷൻ നടപടികൾ സ്വീകരിച്ച് അദ്ദേഹത്തിന്റെ നിയമവിരുദ്ധമായ പ്രസംഗത്തിന്മേൽ നടപടി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാവണം. സഖാവ് കോടിയേരി ഒരു അക്രമത്തിനും ആഹ്വാനം ചെയ്തിട്ടില്ല. സഖാവ് കോടിയേരിയുടെ പ്രസംഗം
RSS നമ്മുടെ സമൂഹത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾക്കെതിരായിട്ട് ജനങ്ങൾ ജാഗ്രത പുലർത്തണം എന്നുള്ള സന്ദേശമാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഉള്ളത്. സ്ത്രീകൾക്കെതിരെ അക്രമങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അവർക്ക് കായിക പരിശീലനം കൂടി നൽകണമെന്നാണ് CPIM-ന്റെ നിലപാടെന്ന് മന്ത്രി KK ശൈലജ. അത് ആരെയും ആക്രമിക്കാനല്ല, പ്രതിരോധമുണ്ടാക്കാനാണ്. CPIM സംസ്ഥാന സെക്രട്ടറി അങ്ങനെ പറഞ്ഞെങ്കിൽ അതിൽ തെറ്റില്ലെന്നും ശൈലജ ടീച്ചർ മലപ്പുറത്ത് പറഞ്ഞു. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതിന് മറുപടി പറയാൻ ഞാൻ അല്ലെങ്കിൽ അഭിപ്രായം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് തന്നെ എനിക്കറിയില്ല. നിങ്ങൾ പറയുമ്പോഴാണ് ഞാൻ കോടിയേരി എന്താ പറഞ്ഞതെന്നുള്ളത് അങ്ങനെ പറഞ്ഞതായിട്ട് ഞാൻ വായിച്ചിട്ടില്ല പത്രത്തിലൊന്നും. കോടിയേരിയായിട്ട് ഞാൻ നേരിട്ട് ഇന്നലെ മുതൽ കണ്ടിട്ടുമില്ല. അപ്പോൾ പിന്നെ ഈ ചോദ്യത്തിന് ഞാനങ്ങനെ ഉത്തരം പറയും? കായികമായിട്ട് CPM എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, സ്ത്രീകൾക്കെതിരെ ധാരാളം അതിക്രമങ്ങൾ വരുന്ന ഒരു സമൂഹത്തിൽ മാനസികമായും കായികമായും സ്ത്രീകൾ കരുത്താർജിക്കണമെന്ന് CPM എപ്പോഴും പറയും. അത് ആരെയെങ്കിലും കരുതി കൂട്ടി ആക്രമിക്കാനല്ല, നല്ല പ്രതിരോധം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ്. അത് സെക്രട്ടറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ തെറ്റ്? സംസ്ഥാനത്ത് ഓഗസ്റ്റ് 1 മുതൽ 7 വരെ CPIM ബംഗാൾ ഐക്യദാർഢ്യവാരം ആചരിക്കും. CPIM പ്രവർത്തകർക്ക് നേരെയും പ്രതിപക്ഷ പാർട്ടികളിലെ പ്രവർത്തകർക്ക് നേരെയും നടക്കുന്ന ക്രൂരമായ അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ചും പശ്ചിമബംഗാളിലെ സഖാക്കളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുമാണിത്. ഐക്യദാർഢ്യ വാരാചരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലുമാണ് പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. തിരുവനന്തപുരത്ത് ഓഗസ്റ്റ് 2-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഐക്യദാർഢ്യ വാരാചരണം ഉദ്ഘാടനം ചെയ്യും. IS റിക്രൂട്ട്മെന്റ് കേസിൽ പിടിയിലായ അർഷിദ് ഖുറേഷിയെയും സുഹൃത്ത് റിസ്വാൻ ഖാനെയും 14 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. പ്രതികൾക്ക് IS ബന്ധം സ്ഥിരീകരിക്കത്തക്ക രീതിയിൽ തെളിവുകൾ ലഭ്യമായിട്ടുണ്ടെന്ന് അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചു. അതേസമയം മാധ്യമങ്ങൾക്ക് കോടതിയിൽ വിലക്ക് ഏർപ്പെടുത്തി. പിടിയിലായി കഴിഞ്ഞ ദിവസം മുംബൈയിൽ നിന്ന് കൊച്ചിയിൽ എത്തിച്ച അർഷിദ് ഖുറേഷിയെയും റിസ്വാൻ ഖാനെയും കോടതിയിൽ ഹാജരാക്കുന്നതിനിടെയായിരുന്നു അനിഷ്ട സംഭവങ്ങൾ. മാധ്യമപ്രവർത്തകരെ എറണാകുളം ജില്ലാ സെഷൻസ് കോടതി വളപ്പിൽ നിന്ന് പുറത്താക്കി. വാർത്ത റോഡിൽ നിന്നാണ് മാധ്യമപ്രവർത്തകർ റിപ്പോർട്ട് ചെയ്തത്. മാധ്യമപ്രവർത്തകർ കോടതിയിലെത്തിയാൽ സംഘർഷമുണ്ടാകുമെന്ന് കാണിച്ച് ഗവൺമെന്റ് പ്ലീഡർ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ പരാതിയെ തുടർന്നാണ് മാധ്യമപ്രവർത്തകരെ പോലീസ് തടഞ്ഞത്. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന അനുരഞ്ജന ചർച്ചയ്ക്ക് ശേഷം അഭിഭാഷകരും മാധ്യമപ്രവർത്തകരും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് അറുതി വന്നിരുന്നു. ഇതിനിടയിലാണ് ജില്ലാ കോടതിയിലെ ഈ അനിഷ്ട സംഭവം. ഇതിനിടെ പ്രതികളെ 14 ദിവസത്തേക്ക് കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. യുവതീ-യുവാക്കളെ ആകർഷിച്ച് മതം മാറ്റുന്നതിലും വിദേശത്തേക്ക് കടത്തുന്നതിലും ഇരുവർക്കും പങ്കുണ്ടെന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. ഇവർക്കെതിരെ വ്യക്തമായ തെളിവുകളുണ്ടെന്നും വിശദമായി ചോദ്യം ചെയ്യുമെന്നും തെളിവെടുപ്പ് നടത്തുമെന്നും അന്വേഷണ ചുമതലയുള്ള കൊച്ചി ACP KV വിജയൻ പറഞ്ഞു. 14 ദിവസം കസ്റ്റഡി തന്നു. കസ്റ്റഡി കഴിഞ്ഞിട്ട് അവർ ബെയിലിന്റെ കാര്യം പരിഗണിക്കാന്ന് കൊടുത്തു. പോലീസിനൊപ്പം ദേശീയ അന്വേഷണ ഏജൻസിയും പ്രതികളെ ചോദ്യം ചെയ്യും. ഇരുവരും ജാമ്യാപേക്ഷ നൽകിയെങ്കിലും കസ്റ്റഡി കാലാവധി തീർന്ന ശേഷം പരിഗണിക്കാമെന്ന് കോടതി പറഞ്ഞു. പ്രതികൾക്ക് വേണ്ടി മുംബൈയിൽ നിന്നും കേരളത്തിൽ നിന്നുമുള്ള അഭിഭാഷകരാണ് ഹാജരായത്. തമ്മനം സ്വദേശിനി മെറിൻ എന്ന മറിയയെ കാണാനില്ല എന്ന് കാണിച്ച് സഹോദരൻ എബിൻ നൽകിയ പരാതിയിലാണ് ഇരുവരും അറസ്റ്റിലായത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഹൈക്കോടതി വളപ്പിലും 200 മീറ്റർ ചുറ്റളവിലും പ്രകടനങ്ങളും സംഘം ചേരലും ഹൈക്കോടതി നിരോധിച്ചു. ഇക്കാര്യം ഉറപ്പുവരുത്താൻ സംസ്ഥാന പോലീസ് മേധാവിക്കും മറ്റു ഉദ്യോഗസ്ഥർക്കും കോടതി നിർദ്ദേശം നൽകി. ഹൈക്കോടതി അടക്കമുള്ള ജുഡീഷ്യൽ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം പൊതുജനങ്ങൾക്ക് ഉപയുക്തമാകുന്ന തരത്തിൽ സുഗമമായി നടക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നതിനായി കോടതി സ്വമേധയാ എടുത്ത പൊതു താൽപര്യ ഹർജിയിലാണ് ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. ജുഡീഷ്യൽ സ്ഥാപനം എന്ന നിലയിൽ ജനങ്ങളുടെ വിശാല താൽപര്യം പരിഗണിച്ചാണ് നിർദ്ദേശമെന്ന് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് തോട്ടത്തിൽ B രാധാകൃഷ്ണൻ, ജസ്റ്റിസ് അനു ശിവരാമൻ എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. ജനങ്ങളുടെ മൗലിക അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിനും നിയമപരമായ മറ്റവകാശങ്ങൾ സംരക്ഷിക്കുക എന്നതുമാണ് ജുഡീഷ്യൽ സ്ഥാപനങ്ങളുടെ കടമയെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. കോടതിയെ ആശ്രയിക്കുക എന്ന സമൂഹത്തിന്റെ ഒഴിച്ചുകൂടാനാകാത്ത ആവശ്യത്തെ ഒരു തരത്തിലും വ്യക്തിപരമോ സംഘടിതമോ ആയ പ്രവൃത്തികളിലൂടെ തടസ്സപ്പെടുത്തുന്നത് അനുവദിക്കാനാവില്ല. കോടതികളുടെ സുഗമമായ പ്രവർത്തനം ഉറപ്പുവരുത്തുക എന്നത് നിയമപരമായും ഭരണഘടനാപരവുമായ ചുമതല. കോടതികളിൽ പൗരന്മാർക്ക് യഥാസമയം എത്തിച്ചേരാൻ സാഹചര്യമുണ്ടാകണം. അതിനാൽ കോടതികൾ യാതൊരുവിധ കടന്നുകയറ്റത്തിനും വേദിയാകരുത്. ഹൈക്കോടതി സമുച്ചയം, സമീപ പ്രദേശത്തെ അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ്, രാംമോഹൻ പാലസ് എന്നിവിടങ്ങളിൽ നിയമവിരുദ്ധമായി അതിക്രമിച്ചു കയറുകയോ വ്യക്തികൾക്ക് നേരെ ആക്രോശിക്കുകയോ ചെയ്യുന്നവർക്കെതിരെ പോലീസ് നിയമാനുസൃതം നടപടിയെടുക്കണമെന്നും കാലാകാലങ്ങളിൽ സംരക്ഷണത്തിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. സർക്കാർ ചെലവിൽ ഈ ഉത്തരവ് മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. മാധ്യമങ്ങൾക്ക് ഹൈക്കോടതിയിൽ പ്രവേശിക്കാനാകാത്ത സാഹചര്യത്തിൽ ഹൈക്കോടതി PRO ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് ഇമെയിൽ മുഖേന മാധ്യമങ്ങൾക്ക് അയച്ചു നൽകുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കൃഷ്ണമൃഗത്തെ വേട്ടയാടിയ കേസിൽ ബോളിവുഡ് നടൻ സൽമാൻ ഖാനെ രാജസ്ഥാൻ ഹൈക്കോടതി വെറുതെ വിട്ടു. പ്രോസിക്യൂഷൻ വാദങ്ങൾ പൂർണ്ണമായും തള്ളിയാണ് സൽമാനെ കോടതി കുറ്റവിമുക്തനാക്കിയത്. സംശയത്തിന്റെ ആനുകൂല്യം സൽമാന് നിലനിൽക്കുന്നുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വിചാരണ കോടതി വിധിച്ച ശിക്ഷ ഹൈക്കോടതി റദ്ദാക്കിയത്. അപൂർവ ഇനം ജനുസിൽപ്പെട്ട സംരക്ഷണ മൃഗമായ കൃഷ്ണമൃഗത്തെ വേട്ടയാടിയതുമായി ബന്ധപ്പെട്ട് 2 ശിക്ഷാവിധികളാണ് വിചാരണ കോടതി സൽമാനെതിരെ വിധിച്ചിരുന്നത്. കൃഷ്ണമൃഗത്തെ 1998 സെപ്റ്റംബർ 26-ന് ജോധ്പൂർ അതിർത്തിയിൽ വേട്ടയാടിയതിന് 1 വർഷം ശിക്ഷയും 2 ദിവസത്തിന് ശേഷം ഗോദ ഫാമിൽ വെച്ച് കൃഷ്ണമൃഗത്തെ വേട്ടയാടിയതിന് 5 വർഷം ശിക്ഷയുമാണ് വിചാരണ കോടതി സൽമാനെതിരെ വിധിച്ചത്.
ഈ വിധി ചോദ്യം ചെയ്ത് സൽമാൻ നൽകിയ അപ്പീലാണ് രാജസ്ഥാൻ ഹൈക്കോടതി അംഗീകരിച്ചത്. സംശയത്തിന്റെ ആനുകൂല്യം സൽമാനുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയ കോടതി 2 കേസുകളിലും സൽമാനെയും മറ്റ് 7 പ്രതികളെയും കുറ്റവിമുക്തരാക്കി. ലൈസൻസ് കാലാവധി തീർന്നതും ലൈസൻസ് ഇല്ലാത്തതുമായ ആയുധങ്ങൾ കൈവശം വച്ചെന്ന കുറ്റപത്രത്തിലെ കണ്ടെത്തലും കോടതി തള്ളി. സൽമാനെതിരെയുള്ള ആരോപണങ്ങൾ ഒന്നും തെളിയിക്കാൻ പ്രോസിക്യൂഷൻ ആയില്ലെന്ന് കോടതി വ്യക്തമാക്കി. അതേസമയം വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്ന് പ്രോസിക്യൂഷൻ അറിയിച്ചു. നേരത്തെയും സൽമാൻ കുറ്റക്കാരനാണെന്ന വിചാരണ കോടതി കണ്ടെത്തൽ ഹൈക്കോടതി മരവിപ്പിച്ചിരുന്നു. തുടർന്ന് സുപ്രീം കോടതി ഈ ഉത്തരവ് റദ്ദാക്കുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് റിവിഷൻ ഹർജിയുമായി സൽമാൻ വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. ബംഗാൾ ഉൾക്കടലിന് മുകളിൽ കാണാതായ വ്യോമസേനാ വിമാനത്തിനായി 4ാം ദിവസവും തെരച്ചിൽ തുടരുന്നു. കടലിൽ 555 കിലോമീറ്റർ ചുറ്റളവിൽ നടത്തുന്ന തെരച്ചിൽ 750 കിലോമീറ്ററിലേക്ക് വ്യാപിപ്പിക്കും. തീര സംരക്ഷണ സേന, നാവികസേന, വ്യോമസേന എന്നീ സേനാ വിഭാഗങ്ങൾ സംയുക്തമായാണ് തെരച്ചിലിന് നേതൃത്വം നൽകുന്നത്. അതിനിടെ ISRO പുറത്തുവിട്ട ഉപഗ്രഹ ചിത്രങ്ങൾ വിമാനത്തിൻ്റെതല്ലെന്ന് സ്ഥിരീകരിച്ചു. ചെന്നൈയിൽ നിന്ന് ആൻഡമാനിലേക്കുള്ള യാത്രയ്ക്കിടെ വെള്ളിയാഴ്ച രാവിലെ 8:30 വിമാനം കാണാതായത്. മലയാളികളടക്കം 29 പേരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. പ്രതിരോധ മന്ത്രി മനോഹർ പരീക്കർ നേരിട്ടെത്തിയാണ് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ദില്ലിയിൽ 14 വയസ്സുകാരിയായ ദളിത് പെൺകുട്ടിയെ പീഡിപ്പിച്ചതിന് ശേഷം ആസിഡ് കുടിപ്പിച്ച് കൊലപ്പെടുത്തിയ പ്രതിയെ പിടികൂടാത്തതിൽ പോലീസിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. സംഭവത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ പോലീസിനോട് വിശദീകരണം ആവശ്യപ്പെട്ട് നോട്ടീസ് അയച്ചു. മാനഭംഗ ശേഷം ആസിഡ് കുടിപ്പിച്ചതിനെ തുടർന്ന് അതീവ ഗുരുതരാവസ്ഥയിലായിരുന്ന പെൺകുട്ടി കഴിഞ്ഞ ദിവസമാണ് ആശുപത്രിയിൽ മരണമടഞ്ഞത്. ഇക്കഴിഞ്ഞ ഡിസംബറിലും മെയിലുമായാണ് 14 വയസ്സുകാരിയായ ദളിത് പെൺകുട്ടിയെ ഒരേ പ്രതി തന്നെ പീഡിപ്പിച്ചതിന് ശേഷം ആസിഡ് കുടിപ്പിച്ചത്. തുടർന്ന് അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്ന പെൺകുട്ടി കഴിഞ്ഞ ദിവസം മരിച്ചു. പ്രതിക്കെതിരെ മാതാപിതാക്കൾ പലതവണ പരാതി നൽകിയിട്ടും ഇതുവരെ പോലീസ് നടപടി സ്വീകരിച്ചിട്ടില്ല. ഡിസംബറിൽ പെൺകുട്ടിയെ പീഡിപ്പിച്ചതിന്റെ കേസ് കോടതി പരിഗണിക്കാനിരിക്കുന്നതിന്റെ തലേദിവസമാണ് പെൺകുട്ടിയെ വീണ്ടും പ്രതി തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചത്. തുടർന്ന് ആസിഡ് കുടിപ്പിക്കുകയായിരുന്നു. ആന്തരികാവയവങ്ങൾ പൂർണ്ണമടർന്ന് ചികിത്സയിലായിരുന്നു പെൺകുട്ടി. പ്രതിയെ ഇതുവരെ പിടികൂടാത്ത പോലീസ് നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. സംഭവത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ പോലീസിന് നോട്ടീസ് അയച്ചു. എന്നാൽ സ്വന്തം ഇഷ്ടപ്രകാരമാണ് പെൺകുട്ടി പ്രതിക്കൊപ്പം ഇറങ്ങിപ്പോയതെന്ന് നേരത്തെ തന്നെ മൊഴി നൽകിയിട്ടുണ്ടെന്നും ഇക്കാരണത്താലാണ് തുടർ നടപടി സ്വീകരിക്കാത്തതെന്നുമാണ് പോലീസ് വിശദീകരണം. നിർഭയയ്ക്ക് പിന്നാലെ 14 വയസ്സുകാരിയായ പെൺകുട്ടിയുടെ ദാരുണ മരണവും രാജ്യതലസ്ഥാനത്തെ നടുക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ദില്ലി.